രാഷ്ട്രീയ സ്വയം സേവക സംഘടന സാമ്പത്തിക സ്രോതസ്സുകൾ, പ്രവർത്തന രീതി, നിയമപരമായ പദവി എന്നിവ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ഉയർത്തിയ ചോദ്യങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. രാജ്യത്ത് നിയമപരമായി രജിസ്റ്റർ ചെയ്യാതെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്ക് എവിടെ നിന്നാണ് കോടികൾ ഒഴുകിയെത്തുന്നതെന്ന കോൺഗ്രസിന്റെ ചോദ്യം RSSന്റെ സുതാര്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു. കർണാടക മന്ത്രി പ്രിയങ്ക ഖാർഗെ, കോൺഗ്രസ് നേതാവ് BK ഹരിപ്രസാദ് എന്നിവരാണ് ഈ വിഷയത്തിൽ BJPയും കേന്ദ്ര സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. RSS നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ വിപുലമായ പ്രവർത്തനങ്ങൾക്കുള്ള പണം എങ്ങനെ കണ്ടെത്തുന്നു എന്നതിലാണ് കോൺഗ്രസ് പ്രധാനമായും സംശയം ഉന്നയിക്കുന്നത്. ഗണവേഷം തയ്ക്കുന്നതിനും രാജ്യവ്യാപകമായി മാർച്ച് നടത്തുന്നതിനും ഡ്രമ്മുകളും മറ്റു വാദ്യോപകരണങ്ങളും വാങ്ങുന്നതിനും കോടിക്കണക്കിന് രൂപയുടെ കെട്ടിടങ്ങൾ പണിയുന്നതിനും ആവശ്യമായ പണം എവിടെ നിന്നാണ് വരുന്നതെന്ന് പ്രിയങ്ക ഖാർഗെയും ഹരിപ്രസാദും സംയുക്തമായി ചോദിക്കുന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഈ മാസം ആദ്യം പ്രിയങ്ക ഖാർഗെ അയച്ച കത്തിൽ പൊതുസ്ഥലങ്ങളിലെ RSS പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കണമെന്നും സംഘടനയുമായി ബന്ധമുള്ള സർക്കാർ ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഈ കത്തിന്റെ തുടർച്ചയെന്നോണമാണ് RSSന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ സംബന്ധിച്ച പരസ്യമായ ചോദ്യങ്ങൾ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചിരിക്കുന്നത്.